വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാനതിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് എബ്രായ ലേഖന കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും. ഒന്ന്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കി എന്നാണ്. മറ്റൊന്ന്, മരണഭീതിയിൽ നിന്ന് ജനത്തെ വിടുവിച്ചു എന്നുള്ളതാണ്. ഇവിടെ വേദപുസ്തകം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പിശാചിന് പ്രധാനമായി 4 അധികാരങ്ങളുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒന്ന്, സുവിശേഷങ്ങളിൽ പറയുന്ന യേശുക്രിസ്തുവിനെ പിശാച് പരീക്ഷിക്കുവാനായിട്ട് സമയത്ത് സകല രാജ്യങ്ങളെയും കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ അധികാരമൊക്കെയും ഏൽപ്പിച്ചിരിക്കുന്നു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് ഇതൊക്കെ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജ്യങ്ങളുടെ അധികാരം സാത്താനാണെന്ന് സാത്താൻ പറഞ്ഞു. സകല രാജ്യങ്ങളെയും കാണിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ അധികാരമൊക്കെ എനിക്ക് നൽകിയിരിക്കുകയാണ്, നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ ഇത് നിനക്ക് തരാം എന്ന് പറഞ്ഞു. രണ്ടാമത്, എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ പറയുന്നു, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും എന്ന് പറയുന്നു. അപ്പോൾ ആകാശത്തിലെ അധികാരം സാത്താനാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എങ്ങനെയാണ്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. അപ്പോൾ ഇരുട്ടിൻ്റെ അധികാരവും സാത്താനാണ് എന്നാണ് പറയുന്നത്. ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് അവൻ മരണത്തിൻ്റെ അധികാരിയായ പിശാച് എന്നാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരം സാത്താനാണ്, ഈ ഇരുട്ടിൻ്റെ അധികാരം സാത്താനാണ്, ആകാശത്തിലെ അധികാരം സാത്താനാണ്, മരണത്തിൻ്റെ അധികാരം സാത്താനാണ്, അല്ലെങ്കിൽ പിശാചാണെന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ ഈ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും, ഈ ലോകത്തിൻ്റെ അധികാരത്തിൽ നിന്നും, ആകാശത്തിലെ അധികാരത്തിൽ നിന്നും, മരണത്തിൻ്റെ അധികാരത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു നമ്മെ വിടുവിച്ചത് മരണത്തിൽ ആണെന്ന്, അല്ലെങ്കിൽ അവൻ്റെ മരണത്താലാണെന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ എങ്ങനെയാണ് സാത്താൻ്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞത്, അല്ലെങ്കിൽ സാത്താനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളഞ്ഞത് എങ്ങനെയാണ് എന്നാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ 4 വിധത്തിലുള്ള അധികാരവും സാത്താനുണ്ട്. അതിന് കാരണം എന്താണെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ആദമിനെ ഹവ്വയെയും സൃഷ്ടിച്ചിട്ട് അവർ മരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. മനുഷ്യനെ ദൈവം തൻ്റെ രൂപസാദൃശ്യത്തിൽ സൃഷ്ടിച്ചിട്ട് അവൻ എന്നേക്കും ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് സൃഷ്ടിച്ചത്. മരിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിച്ചല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ നന്മ തിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഏദൻ തോട്ടത്തിൽ സാത്താൻ, പിശാച് അഥവാ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും അല്ലെങ്കിൽ പാമ്പിലൂടെ പ്രത്യക്ഷപ്പെടുകയും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുവാൻ തക്കവണ്ണം ആദാമിനെ ഹവ്വയെയും പ്രേരിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവർ അത് തിന്നുകയും അങ്ങനെ പാപം ഈ ലോകത്തിലേക്ക് പ്രവേശിക്കുകയും പാപത്തിൻ്റെ ശമ്പളമായ മരണം പ്രവേശിക്കുകയും ചെയ്തു. റോമലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. റോമലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. അപ്പം മരണം ഉണ്ടായത്
പാപം ചെയ്തതിൻ്റെ കൂലിയായിട്ടാണ്. പാപം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് സാത്താനാണ്. അപ്പോൾ പാപത്തിൻ്റെ കൂലിയായിട്ടുള്ള മരണം കൊണ്ടുവന്നതും സാത്താനാണ്. അതുകൊണ്ടാണ് മരണത്തിൻ്റെ അധികാരിയായ പിശാച് എന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ പിശാചിന് മരണത്തിൻ്റെ അധികാരം ലഭിച്ചതും ഈ ലോകത്തിൻ്റെ അധികാരം ലഭിച്ചതും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിലേക്ക് പാപം കൊണ്ടുവന്നത് അവനാണ്. ഈ ലോകത്തിലേക്ക് മരണം കൊണ്ടുവരാനുള്ള കാരണക്കാരനും അവനാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി, ദൈവത്തെ ബഹുമാനിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ ബഹുമാനിക്കാതെ, ദൈവത്തെ വിശ്വസിക്കാതെ, ദൈവത്തെ അനുസരിക്കാതെ പിശാചിനെ അനുസരിച്ചു എന്നുള്ളതാണ്. അപ്പം പിശാചിനെ അനുസരിക്കുകയും പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, പിശാചിൻ്റെ ആഗ്രഹം നിറവേറ്റുവാൻ ആദാം ഹവ്വ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മനുഷ്യൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ പിശാചിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാ നിലകളിലും മനുഷ്യൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ പിശാചിന് കഴിഞ്ഞു. അപ്പോൾ മനുഷ്യൻ പിശാചിന് അടിമയായി, അവൻ പിശാചിൻ്റെ ദാസനായി, പിശാചിൻ്റെ മക്കളായി തീർന്ന ആ സാഹചര്യത്തിൽ ദൈവം നീതിമാനും വിശ്വസ്തനുമായതുകൊണ്ട് ദൈവത്തിന് പിശാചിനെ കുറ്റം വിധിക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിശാചിനെ അനുസരിച്ചത് മനുഷ്യനാണ്. ഇപ്പോൾ പിശാചിനെ അനുസരിക്കുവാൻ മനുഷ്യൻ തയ്യാറായതുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ ദൈവത്തിനെ നീക്കിക്കളയാനായിട്ടണമെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അനുസരണക്കേട് കൊണ്ടാണ് പാപം പ്രവേശിച്ചതും മരണം പ്രവേശിച്ചതും. അതിനെ നീക്കിക്കളയണമെങ്കിൽ അതിന് പ്രതിവിധിയായി ദൈവം അനുസരണമുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് യേശുക്രിസ്തുവിനെ ദൈവം കാലസമ്പൂർണതയിൽ, അല്ലെങ്കിൽ ദൈവം പ്ലാൻ ചെയ്ത ആ തക്ക സമയത്ത് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് ദൈവം ഏൽപ്പിച്ച എല്ലാ പ്രവൃത്തികളും തികച്ചുകൊണ്ട് ക്രൂശിൽ യേശുക്രിസ്തു മരിച്ചു. അപ്പോൾ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്ത് ജനിച്ച അന്നു മുതൽ ക്രൂശിൽ മരിക്കുന്നത് വരെ പൂർണ്ണമായും ദൈവത്തെ അനുസരിച്ചു. ആദാമിനെ പോലെ യേശുക്രിസ്തു അനുസരണക്കേട് കാണിച്ചില്ല. യേശുക്രിസ്തുവിനെ പരീക്ഷിക്കപ്പെട്ടപ്പോഴും, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന ഏതൊരു സാഹചര്യത്തെയും പ്രതിസന്ധികളെയും എല്ലാം യേശുക്രിസ്തു ദൈവത്തെ അനുസരിച്ചുകൊണ്ട് തരണം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച, മരണം വരെ അനുസരിച്ച വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് സംഭവിച്ച കാര്യമാണ് പിശാചിനെ നീക്കിക്കളഞ്ഞു, അവൻ്റെ അധികാരത്തിൽ നിന്ന് അവനെ നീക്കിക്കളഞ്ഞു എന്നുള്ളത്. അതെങ്ങനെയാണെന്നുള്ളത്, ഈ മരണവും പാപവും കൊണ്ടുവന്നത് പിശാചാണ്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. അപ്പോൾ പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ അതിൻ്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഒരു ദുഷ്ടൻ മരിക്കുന്നതിൽ പോലും ദൈവത്തിന് പ്രസാദമില്ല എന്നാണ്. അതായത് ഒരു മനുഷ്യനും മരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഒരു ദുഷ്ടൻ മരിച്ചാൽ പോലും അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഒരു ദുഷ്ടൻ മരിക്കുന്നതിൽ എനിക്ക് താല്പര്യമുണ്ടോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അവൻ തൻ്റെ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെടുന്നതിലാണ് എനിക്ക് താല്പര്യം എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനും മരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് പിശാചാണ് മരണം കൊണ്ടുവന്നത്. അപ്പോൾ ഈ മരണം കൊണ്ടുവരാൻ ഇവന് ന്യായമായിട്ട് അവകാശമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പിശാചിന് ന്യായമായിട്ടും മരണം കൊണ്ടുവരാൻ അവകാശമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പിശാചാണ് പാപം കൊണ്ടുവന്നത്. അപ്പോൾ പാപം കൊണ്ടുവന്ന പിശാചിന് അടിമകളായി തീർന്ന മനുഷ്യന്
മരണത്തിൻ്റെ അടിമകളായി തീരുവാൻ, അല്ലെങ്കിൽ മരണത്തിന് അധീനനായി തീരുവാൻ അവൻ നിർബന്ധിതനായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മരണം കൊണ്ടുവന്നതും പാപം കൊണ്ടുവന്നതും സാത്താൻ ആയതുകൊണ്ട്, ആ സാത്താന് മനുഷ്യൻ കീഴ്പ്പെട്ടതുകൊണ്ട് സാത്താൻ ആ അധികാരം നേടിയെടുത്തു എന്നുള്ളതാണ്. അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും വാഴണമെന്ന് പറഞ്ഞു. അപ്പോൾ സർവ്വഭൂമിയിലും വാഴുവാനുള്ള അധികാരം ദൈവം മനുഷ്യനാണ് കൊടുത്തത്. എന്നാൽ ആ മനുഷ്യൻ അവൻ്റെ അധികാരം എന്ത് ചെയ്തു എന്നറിയോ? ഈ സകല ലോകവും ഭരിക്കുവാനുള്ള അല്ലെങ്കിൽ വാഴുവാനുള്ള ആ അധികാരം അവൻ പിശാചിന് അടിയറ വെച്ചിട്ട് പിശാചിൻ്റെ അധികാരത്തിൽപ്പെട്ട മരണവും പാപവും അവൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ സർവ്വലോകത്തിലും വാഴുവാൻ അധികാരം കൊടുത്ത ദൈവം ആ മനുഷ്യന് ആ അധികാരം പിശാചിന് അടിയറ വെച്ചുകൊണ്ട് പിശാചിൻ്റെ എന്ന അധികാരിയുടെ കീഴിലായ അടിമയായി മനുഷ്യൻ തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ അധികാരത്തെ കയ്യെ അടക്കിയ പിശാചിനെ നീതിമാനായ ദൈവത്തിന് ശിക്ഷിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിശാച് കൊണ്ടുവന്നത് സന്തോഷത്തോടെ സ്വീകരിച്ചവൻ, അല്ലെങ്കിൽ പിശാച് കൽപ്പിച്ചത് പൂർണ്ണമായി അനുസരിച്ചവനാണ് മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ അങ്ങനെ ചെയ്തതുകൊണ്ട് പിശാചിനെ നീക്കിക്കളയുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ പിന്നെ നീക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത് ദൈവത്തെ പൂർണ്ണമായി ഏതെങ്കിലും ഒരു വ്യക്തി അനുസരിച്ചെങ്കിൽ മാത്രമേ പിശാചിനെ ശിക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അനുസരണക്കേടിൻ്റെ ആത്മാവ് പിശാചിൻ്റെയാണ്. അപ്പോൾ അനുസരണക്കേടിൻ്റെ ആത്മാവിലിരിക്കുന്നിടത്തോളം കാലം ഒരു പിശാചിൻ്റെ മേൽ ഒരു ന്യായം വിധിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ കഴിയത്തില്ല. കാരണം ഈ അധികാരം മനുഷ്യനാണ് പിശാചിന് കൊണ്ട് കൊടുത്തത്. അപ്പോൾ നീതിമാനായ ദൈവത്തിന് ആ നീതി വിട്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മരണം പാപത്തിൻ്റെ ശമ്പളമാണ്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരുടെ മേലും മരണം പരന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നു. അങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ എല്ലാവരും മരണത്തിനടിമകളായി തീർന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ 3 കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. ഒന്ന്, കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പാപം അറിയാത്തവനെ എന്നാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ പാപം ചെയ്തിട്ടില്ല എന്നാണ്. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അവനിൽ പാപമില്ല എന്നാണ്. അപ്പോൾ പാപമില്ലാത്ത യേശുക്രിസ്തു മരിച്ചു, പാപം ചെയ്യാത്ത യേശുക്രിസ്തു മരിച്ചു, പാപം അറിയാത്ത യേശുക്രിസ്തു മരിച്ചു. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. അപ്പോൾ പാപമില്ലാത്ത, പാപം അറിയാത്ത, പാപം ചെയ്യാത്ത യേശുക്രിസ്തു എങ്ങനെ മരിച്ചു? പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. യേശുക്രിസ്തു പാപം ചെയ്തില്ല. ചെയ്യാത്ത വേലയ്ക്ക് ആരും കൂലി മേടിക്കുകയില്ല. അപ്പോൾ പാപത്തിൻ്റെ കൂലിയാണ് മരണം. യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവൻ ആ കൂലി ലഭിക്കാൻ പാടില്ല. എന്നാൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളായതുകൊണ്ട് അതിൻ്റെ കൂലിയായ മരണം സകല മനുഷ്യർക്കും സാത്താൻ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഈ മരണം ഈ ലോകത്തിൽ വാഴുന്നു അല്ലെങ്കിൽ വാണു എന്ന് പറയുന്നത്. അപ്പോൾ സകല മനുഷ്യരിലേക്കും മരണം പരന്നുകൊണ്ട് മരണം ഇവിടെ ആധിപത്യം സ്ഥാപിച്ച് മരണം ഒരു രാജാവിനെ പോലെ ഇവിടെ വാഴുകയാണ്. എന്നാൽ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുവാണ്. പക്ഷേ ഈ സാത്താൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ മരണത്തിൻ്റെ അധികാരിയായ ഈ സാത്താൻ യേശുക്രിസ്തുവിലേക്കും മരണം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് പാപത്തിൻ്റെ ശിക്ഷയാണ് മരണം. അപ്പോൾ പാപം ചെയ്യാത്തവനെ ശിക്ഷിക്കാൻ പറ്റുമോ? പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. അപ്പോൾ പാപം ചെയ്യാത്തവന് ശമ്പളം കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ പാപം ചെയ്യാത്തവന് മരണം കൊടുത്തു എന്നുള്ളതാണ്.
അല്ലെങ്കിൽ പാപത്തിൻ്റെ ശമ്പളം കൊടുത്തു എന്നുള്ളതാണ്. അതാണ് സാത്താൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്. സാത്താൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് പാപിയായ മനുഷ്യന് മരണം മരിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പാകെയും സാത്താൻ്റെ മുമ്പാകെയും ന്യായമാണ്. കാരണം പാപം ചെയ്തവൻ മരിക്കണം, അത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമാണ്. എന്നാൽ പാപം ചെയ്യാത്തവൻ മരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമല്ല, അത് അന്യായമാണ്, അനീതിയാണ്, അതിക്രമമാണ്. അപ്പോൾ സാത്താൻ ചെയ്ത അന്യായം എന്ന് പറയുന്നത് പാപമില്ലാത്ത, പാപമറിയാത്ത, പാപം ചെയ്യാത്ത യേശുക്രിസ്തുവിലേക്ക് മരണം കൊണ്ടുവന്നു എന്നുള്ളതാണ്. പാപിയായ എന്നിലേക്കും പാപിയായ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളിലേക്കും മരണം കൊണ്ടുവരുന്നത് ന്യായമായി അർഹതപ്പെട്ടതാണ്. കാരണം നമ്മൾ പാപിയാണ്, അതിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ പാപമില്ലാത്ത യേശുക്രിസ്തുവിലേക്ക് മരണം കൊണ്ടുവന്നത് അത് അനീതിയാണ്, അന്യായമാണ്, അതിക്രമമാണ്. ആ ഒരൊറ്റ കാരണത്താൽ ദൈവം പിശാചിൻ്റെ സകല അധികാരത്തിൽ നിന്നും പിശാചിനെ നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു തെറ്റ് ചെയ്യാത്തവൻ, പാപം ചെയ്യാത്തവൻ, അവന് മരണത്തിന് അർഹനുമല്ല. മരണത്തിന് അർഹനല്ലാത്ത ഒരു വ്യക്തിയുടെ മേൽ മരണം ചുമത്തിയത് കൊണ്ട് ആ അന്യായത്തിൻ്റെ ശിക്ഷയായിട്ട് ദൈവം സാത്താനെ ന്യായം വിധിച്ചു എന്നുള്ളതാണ്. ആ അനീതിക്കെതിരായി ദൈവം സാത്താനെ ന്യായം വിധിച്ചു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും 13-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭു യേശുക്രിസ്തു പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താന് യേശുക്രിസ്തുവിനോട് ഒരു കാര്യവുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു സാത്താനെ അനുസരിച്ചിട്ടില്ല. യേശുക്രിസ്തു സാത്താൻ്റെ യാതൊരു പ്രവൃത്തികളിലും യേശുക്രിസ്തു പങ്കുചേർന്നിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പ്രഭുവിന് എൻ്റെ മേലൊരു അധികാരവുമില്ല. എന്നാൽ യാതൊരു അർഹതയുമില്ലാതിരുന്ന ആ യേശുക്രിസ്തുവിൻ്റെ മേൽ മരണം കൊണ്ടുവന്ന പിശാച് ചെയ്ത അനീതിക്ക് ശിക്ഷയായി ദൈവം സാത്താനെ ന്യായം വിധിച്ചു എന്നുള്ളതാണ്. ആ വിധിച്ച ദൈവം സാത്താനെ അതിൻ്റെ അധികാരത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മേൽ മരണത്തിനുള്ള യോഗ്യത യേശുക്രിസ്തുവിനില്ല, മരിക്കാനുള്ള യോഗ്യത യേശുക്രിസ്തുവിനില്ല. മരിക്കാനുള്ള യോഗ്യത നമുക്കൊക്കെയാണ് ഉള്ളത്, കാരണം നമ്മിലാണ് പാപമുള്ളത്. അപ്പം മരിക്കാൻ യോഗ്യതയില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ മേൽ മരണം കൊണ്ടുവന്നത് പിശാച് ചെയ്ത അനീതിയാണ്. ആ അനീതി ചെയ്ത പിശാചിനെ നീതിമാനായ ദൈവം ന്യായമായി ശിക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് പിശാചിനെ നീക്കിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് പിശാചിനെ ഈ ലോകത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ആകാശത്തിലെ അധികാരത്തിൽ നിന്നെല്ലാം ദൈവം നീക്കിക്കളഞ്ഞു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അപ്പോൾ യേശു മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും യേശു പറഞ്ഞില്ല സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ല. എന്നാൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും യേശുക്രിസ്തുവിനാണ്. അപ്പോൾ പിശാചിനുണ്ടായിരുന്ന സകല അധികാരത്തിൽ നിന്നും പിശാചിനെ നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ സകല അധികാരവും ദൈവം യേശുക്രിസ്തുവിന് നൽകിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം പിശാചിനെ നീക്കിക്കളഞ്ഞത്, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് പിശാചിനെ നിഷ്പ്രഭമാക്കിയത്, അല്ലെങ്കിൽ അവൻ്റെ അധികാരത്തെ ഇല്ലായ്മ ചെയ്തത്, അല്ലെങ്കിൽ അവൻ്റെ അധികാരത്തിൽ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് അവനെ നീക്കിക്കളഞ്ഞത് എങ്ങനെയാണ് എന്നാണ് വേദപുസ്തകത്തിൽ നിന്ന് ഞാനിപ്പോൾ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിച്ചത്. അപ്പോൾ അത് ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മരണത്തിന് യോഗ്യനല്ലാത്ത യേശുക്രിസ്തുവിൻ്റെ മേൽ
മരണം കൊണ്ടുവന്ന ആ പിശാച് അവൻ ചെയ്തത് അനീതിയാണ്. ആ അനീതിക്ക് തക്കവണ്ണമുള്ള ന്യായവിധി ദൈവം പിശാചന് നൽകിക്കൊണ്ട് പിശാചനെ അവൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. അതിന് കാരണക്കാരൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്തോടുള്ള പൂർണ്ണമായ അനുസരണമാണ്. മരണം വരെ അവൻ ദൈവത്തെ അനുസരിക്കുകയും അവൻ്റെ മരണത്താൽ അനുസരണക്കേടിൻ്റെ ആത്മാവിൻ്റെ അധിപതിയായിരുന്ന സാത്താനെ അവൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം നീക്കിക്കളഞ്ഞുകൊണ്ട് അവനെ ന്യായം വിധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്രയോ സ്വതന്ത്രരാകുമെന്നറിയാവും. അതുകൊണ്ടാണ് പറയുന്നത്, യേശുക്രിസ്തു മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം മരണത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, മരണത്തിൻ്റെ ഭയത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്: മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമാണ്. ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുക്രിസ്തുവിനാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലും യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, നമുക്ക് ദൈവം നൽകിയ ഈ വിടുതലിനെ ഓർത്ത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയ ഈ സ്വാതന്ത്ര്യത്തെ ഓർത്ത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയ ഈ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമുക്ക് നൽകിയ അവകാശത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.